യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ദൈവാനുഗ്രഹങ്ങൾ സൗജന്യമായി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. വിശുദ്ധ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത് പോലെ ദൈവിക കൃപകൾ സൗജന്യ ദാനമാണെങ്കിലും അവയ്ക്ക് വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നൽകുന്നതല്ലേ എന്ന് വിചാരിച്ച് സൗജന്യമായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉചിതമല്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പലതിനെയും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ് സഹനം? വില കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കുന്ന ഗുണം എന്തെന്നും തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ക്ഷമ ഇസ്രായേലിലൂടെ നമുക്ക് ശ്രവിക്കാം. സന്ദേശം നൽകുന്നത് കരീസ് ഭവൻ ഡയറക്ടർ കുര്യൻ കാരിക്കലച്ചനാണ്. അച്ഛനിലൂടെ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്ഷമ ഇസ്രായേലിൻ്റെ വചന വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം വില കൊടുത്ത് പ്രാർത്ഥിച്ചാൽ വിലപിടിപ്പുള്ളവ ലഭിക്കും എന്ന ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഇക്കാര്യം വളരെ വ്യക്തമായി ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2 കൊറിന്തോസ് 9-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള തിരുവചനങ്ങൾ. സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവരാകട്ടെ ധാരാളം കൊയ്യും. വീണ്ടും നമ്മൾ ഗലാത്യർ 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനമെടുത്താൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം, ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവനും. നമ്മൾ സർവ്വസാധാരണമായി കാണാറുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായ വലിയൊരു യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ഇതെപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ട് വിലപിടിപ്പുള്ളവ ദൈവത്തിൽ നിന്നും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും എന്നത് നാം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ, വിലപിടിപ്പുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരുവാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനയിലും ജീവിതത്തിലും വില കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളത്. ഏതാനും സംഭവങ്ങൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ സന്ദേശം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നത് വളരെ വളരെ പ്രയോജനപ്രദമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അബ്രാഹം ചെയ്യാനിരുന്ന നന്മ മുൻകൂട്ടി കണ്ടുകൊണ്ട് കൊടുക്കുവാനിരുന്ന
വില മുൻകൂട്ടി കണ്ടുകൊണ്ട് അബ്രാഹത്തെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. ഉൽപ്പത്തി 20-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക, അബിമേലെക്ക് അബ്രാഹത്തിൻ്റെ ഭാര്യ സാറയെ അവൻ്റെ കൊട്ടാരത്തിലെത്തിച്ച് അവൻ്റേതായ പദ്ധതികൾ ഒരുക്കിയപ്പോൾ ദൈവം അബിമേലെക്കിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവനോട് പറഞ്ഞൊരു കാര്യം, നീ നിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചിരിക്കുന്ന ഈ സ്ത്രീ മൂലം നീ പിണമായി തീരാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിനെ രക്ഷിക്കാൻ, അബ്രാഹത്തിൻ്റെ ഭാര്യയെ അബിമേലെക്കിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഇതിന് ശേഷമാണ് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 22-ാം അധ്യായം ഈ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹാഗാറിനെയും ഇസ്മായേലിനെയും വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ പറഞ്ഞപ്പോൾ അബ്രാഹാം ഇറക്കിവിട്ടു. 22-ാം അധ്യായത്തിൽ നിൻ്റെ ഏക മകനെ ഇസഹാക്കിനെ നീ എനിക്കായി ബലി കഴിക്കാൻ പറഞ്ഞപ്പോൾ അതിനും സന്നദ്ധനായി മുന്നോട്ട് വരുന്ന അബ്രാഹത്തെ കാണാൻ സാധിക്കും. ഇക്കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് അബ്രാഹാം കൊടുക്കുവാനിരുന്ന വില മുൻകൂട്ടി കണ്ടുകൊണ്ട് അവനെ അനുഗ്രഹിക്കുന്ന, അവൻ്റെ കുടുംബത്തിൽ അത്ഭുതകരമായി ഒരു വിമോചനം നൽകുന്ന ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ 20-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മളിപ്പോൾ കൊടുക്കുന്ന വില മാത്രമല്ല, നമ്മൾ മുന്നോട്ട് കൊടുക്കുവാനിരിക്കുന്ന വില കണ്ടുകൊണ്ട് പോലും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ആ സാഹചര്യങ്ങൾ ഉണ്ടാകാം. വീണ്ടും മോശയുടെ കാര്യം നോക്കിയാൽ നമുക്കത് ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിന് വില കൊടുത്ത നിരവധി വ്യക്തികളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. വിശ്വാസം ജീവിക്കുന്നതിന് വില കൊടുത്ത വ്യക്തികൾ, അതിലൊരാളായിട്ട് മോശയെ എടുത്തു കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വെള്ളത്തിലൂടെ ഒഴുകി നടന്ന്, ഒരു ബാസ്ക്കറ്റിൽ ഒഴുകി നടന്ന് മോശയെ ദൈവം അത്ഭുതകരമായി അവിടുന്ന് രക്ഷിച്ചു. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ദൈവം തന്നെ പറയുന്നൊരു കാര്യം, മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ മരിക്കാതെ നിന്റെ ജീവൻ ഞാൻ നിലനിർത്തിയത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എൻ്റെ നാമത്തിൻ്റെ ശക്തി നിനക്ക് വെളിപ്പെടുത്തി തരാനും നീ അത് ലോകത്തെ അറിയിക്കാനും വേണ്ടി. വൻ കാര്യങ്ങളാണ് ഈ മോശ വഴി ദൈവം പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പുറപ്പാട് പുസ്തകം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ മതി. 10 അത്യത്ഭുതകരമായ അത്ഭുതകരമായ കാര്യങ്ങൾ മോശയിലൂടെ ദൈവം പ്രവർത്തിച്ചത് കാണാൻ പറ്റും. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം പ്രത്യേകം എടുത്തു കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു യാഥാർത്ഥ്യം. മോശയ്ക്ക് വേണമെങ്കിൽ ഫറവോയുടെ കൊട്ടാരത്തിൽ രാജകുമാരനായി വാഴാമായിരുന്നു. ആ സൗകര്യം, ആ സുഖം വേണ്ടാന്ന് വെച്ചിട്ട് മോശ തിരഞ്ഞെടുത്തത് ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ, ബുദ്ധിമുട്ടിൽ പങ്കെടുക്കുവാനാണ് അവൻ ഇഷ്ടപ്പെട്ടത് എന്ന്. പ്രിയപ്പെട്ടവരെ, മോശ കൊടുത്തത് വലിയൊരു വിലയാണ്. ത്യാഗമെടുത്ത് ജീവിക്കാൻ മനസ്സ് വെച്ചത് കൊണ്ടാണ് അത്രയും വലിയ സുഖസൗകര്യം വേണ്ട എന്ന് വെച്ചിട്ട് ദൈവം പറഞ്ഞതനുസരിച്ച് ഇസ്രായേൽ ജനത്തോടൊപ്പം മോശയ്ക്ക് നീങ്ങാൻ പറ്റിയത്. അങ്ങനെ വില കൊടുത്ത് പ്രാർത്ഥിച്ചും വില കൊടുത്ത് ജീവിച്ചും കർത്താവിന് തന്നെ സമർപ്പിച്ച മോശയിലൂടെ അത്യത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം ചെയ്തു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇക്കാര്യം വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രവാചകൻ്റെ കാര്യമെടുത്താൽ ഏലിയ പ്രവാചകൻ നമ്മൾ കാണുന്നുണ്ട്. ഏലിയ പ്രവാചകനാണ് ദൈവം കാക്കയിലൂടെ ഭക്ഷണം എത്തിച്ചു കൊടുത്തത്.
നീ കെരീത്തിലേക്ക് പോവുക. അവിടെ നീ ഒരു അരുവി കാണും. ആ അരുവിയിൽ നിന്ന് നിനക്ക് വെള്ളം കുടിക്കാം. ഭക്ഷണം ഞാൻ എത്തിച്ചു തരും. കർത്താവ് പറഞ്ഞ അനുസരിച്ച് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നു, അവനോട് ആവശ്യപ്പെടുകയുണ്ടായി, നീ സറാഫാത്തിലേക്ക് പോവുക. അവിടെ നീ ഒരു വിധവയെ കാണും. അവളോടപ്പം ചോദിക്കുക, അവൾ നിനക്ക് തരും. പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ദൈവം ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു. 1 രാജാക്കന്മാർ 19-ാം അധ്യായം വായിച്ചാൽ വാടി തളർന്നു കിടക്കുന്ന ഏലിയ പ്രവാചകനെ ദൈവത്തിൻ്റെ ദൂതൻ വിളിച്ചുണർത്തി. തലപൊക്കി നോക്കിയപ്പോൾ ഒരു പാത്രം വെള്ളവും കല്ലിൽ ചുട്ട അപ്പവും. അത് ഭക്ഷിച്ച് പാനം ചെയ്ത് ശക്തി പ്രാപിക്കാൻ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് ആവശ്യപ്പെട്ടു. നമ്മൾ കാണുകയാണ്, ആ ഭക്ഷണം കഴിച്ച് ആ വെള്ളം കുടിച്ച് പിന്നീട് 40 ദിനരാത്രങ്ങൾ ഉപവാസപൂർവം യാത്ര ചെയ്യുന്ന ഏലിയ പ്രവാചകൻ. ഇത്ര വലിയ കാര്യങ്ങൾ ഈ പ്രവാചകൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണം വില കൊടുത്ത് ജീവിക്കാൻ മനസ്സ് വെച്ച വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇക്കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ റിസ്ക് എടുക്കാനും ദൈവത്തിൻ്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ തൻ്റെ ജീവൻ പോലും സമർപ്പിക്കാൻ തയ്യാറായ വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ. നമുക്കറിയാം, ജസബൽ ബാലിൻ്റെ പ്രവാചകന്മാർക്ക് സംഭവിച്ച കാര്യങ്ങൾ കേട്ടപ്പോൾ, അതായത് ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും അഷറായുടെ 400 പ്രവാചകന്മാരെയും വധിക്കാൻ കാരണമായത് ഏലിയ പ്രവാചകൻ്റെ നീക്കമാണ്. ഇതേക്കുറിച്ച് കേട്ട ജസബൽ രാജ്ഞി പ്രഖ്യാപിച്ചൊരു കാര്യം, നേരത്തോട് നേരമാകുന്നതിന് മുമ്പ് അവൻ്റെ തല ഞാൻ കൊയ്തിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും റിസ്ക് എടുത്ത് ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ, ദൈവം നിർദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ നിറവേറ്റി മുന്നോട്ട് പോകാൻ മനസ്സ് വെച്ചൊരു വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ. വീണ്ടും പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്കിനിയും ഇഷ്ടം പോലെ സംഭവങ്ങൾ കാണാൻ സാധിക്കും. വില കൊടുത്ത് പ്രാർത്ഥിക്കാനും വില കൊടുത്ത് ജീവിക്കാനും തയ്യാറായതിലൂടെ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിച്ച നിരവധി വ്യക്തികളുടെ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായവും 10-ാം അധ്യായവും വായിച്ചാൽ, വീണ്ടും നമ്മൾ 3-ാം അധ്യായത്തിലൂടെ കടന്നു പോയാലും അത്യത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം പ്രവർത്തിച്ച ചില സാഹചര്യങ്ങൾ ദാനിയേലിനും അവൻ്റെ കൂടെയുണ്ടായിരുന്ന ചെറുപ്പക്കാർക്കും രാജാവ് ഭക്ഷിച്ച ഭക്ഷണത്തിൻ്റെ ഭാഗമാകാൻ, അതിൻ്റെ ഭാഗം ഭക്ഷിക്കാൻ, രാജാവ് ഭക്ഷിച്ച ഭക്ഷണം സ്വീകരിക്കാനും രാജാവ് കുടിച്ചിരുന്ന് വീഞ്ഞ് കുടിക്കാനും അവസരമുണ്ടായിട്ട് ദാനിയേലും അവൻ്റെ കൂടെയുണ്ടായിരുന്ന ചെറുപ്പക്കാരും അത് വേണ്ട എന്ന് പറഞ്ഞു. അവരുടെ ഒരഭ്യർത്ഥന, ഇതിലൂടെ അശുദ്ധരാകാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്, ഞങ്ങൾക്ക് വെള്ളവും സസ്യാഹാരവും മതി. അങ്ങനെ ത്യാഗമെടുക്കാൻ തയ്യാറായ, ത്യാഗപൂർണം ജീവിക്കുവാൻ തയ്യാറായ ഈ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങളാണ്. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കൃപ, വരദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ വരദാനങ്ങൾ അവരിൽ നിറച്ച് അവരെ അനുഗ്രഹിച്ച സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 2 അധ്യായങ്ങളിലും ദാനിയേൽ 1ഉം 10ഉം അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നു പരിത്യാഗ പ്രവൃത്തികളും അതുപോലെ തന്നെ വില കൊടുത്തുള്ള പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് ഉയർന്നപ്പോൾ ദൈവം അവരെ സമൃദ്ധമായി അനുഗ്രഹിച്ച സംഭവങ്ങൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം തന്നെ 13-ാം അധ്യായം എടുത്താൽ സൂസന്ന വില കൊടുത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്. വില കൊടുത്ത് പ്രാർത്ഥിച്ച
ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതവും നിലവിളിയും കണ്ടിട്ട് ദൈവം അവളെ അനുഗ്രഹിക്കുവാൻ കടന്നു വരുന്ന രംഗം ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വില കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായും ദൈവം വിലപിടിപ്പുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കും. ഏതാനും ചില സംഭവങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്കൊന്ന് വരാൻ സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലും വില കൊടുത്ത് പ്രാർത്ഥിക്കാനും വില കൊടുത്ത് ജീവിക്കാനും തയ്യാറായ വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ കണക്കുകൾ ഇഷ്ടം പോലെയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4ഉം 5ഉം അധ്യായങ്ങൾ മാത്രം വായിച്ചാൽ പത്രോസ്ലീഹായെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവിന് വേണ്ടി ജയിലിൽ കിടന്നപ്പോഴും ദൈവത്തിൻ്റെ ദൂതൻ വന്ന് അവനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോഴും ഒരുപോലെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് പത്രോസ്ലീഹ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി ജീവിതം മുമ്പോട്ട് നയിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും അത്യത്ഭുതകരമായി ദൈവം അവനിലൂടെ പ്രവർത്തിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വലിയൊരു അത്ഭുതമാണ്. ഒരു മുടന്തനെ സുഖപ്പെടുത്തുന്ന ആ രംഗം. വീണ്ടും നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ തളർവാദം പിടിപെട്ട് 8 വർഷം രോഗാവസ്ഥയിൽ കഴിഞ്ഞ ഐനിയാസിനെ അത്ഭുതകരമായി പത്രോസ് എഴുന്നേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് വായിച്ചാൽ മരിച്ചു കിടന്ന തബീത്ത, അവളുടെ ജീവിതത്തിൽ വലിയ ഒരത്ഭുതം സംഭവിക്കുന്നത് കാണാൻ സാധിക്കും പത്രോസിലൂടെ. ഇനി ഈ തബീത്തായുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരിയേറെ സൽപ്രവൃത്തികൾ, ദാനധർമ്മങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് തബീത്ത. അതുകൊണ്ട് തന്നെ അവൾ മരിച്ചപ്പോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും യാചിക്കുവാനും അവിടെ നിരവധി വ്യക്തികളുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥന കേട്ട് പത്രോസിൻ്റെ പ്രാർത്ഥനയിലൂടെ അവളെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ദൈവവും തിരുമനസ്സായി. കാരണം വില കൊടുത്ത് ജീവിച്ച, വില കൊടുത്ത് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയായിരുന്നു തബീത്ത. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ വില കൊടുത്ത് പ്രാർത്ഥിച്ച, വില കൊടുത്ത് ശുശ്രൂഷ ചെയ്ത, വില കൊടുത്ത് ജീവിച്ച ഒരു വ്യക്തിയായിട്ട് പൗലോസ്ലീഹായെ കാണാൻ പറ്റും. ഈ അധ്യായത്തിലാണ് നമ്മൾ കാണുക. പ്രത്യേകിച്ച് 23, 24 വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ മുമ്പോട്ട് പോയാൽ എനിക്ക് കാരാഗ്രഹവും പീഡനവുമാണ് വച്ചിരിക്കുന്നത് എന്നറിയാം. എങ്കിലും ഞാൻ എൻ്റെ ജീവന് വില കൽപ്പിക്കാതെ ഞാൻ എൻ്റെ ശുശ്രൂഷ നിറവേറ്റാൻ വേണ്ടി സധൈര്യം മുന്നോട്ട് പോകും. ഈ മനുഷ്യൻ കൊടുത്തത് ചെറിയ വിലയൊന്നും ആയിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതേ അധ്യായം തന്നെ 7 മുതലുള്ള വചനങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 20-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള തിരുവചനം വായിച്ചാൽ നമ്മൾ കാണുന്നു യവുത്തിക്കോസ്, വചനം കേട്ടിരുന്ന യവുത്തിക്കോസ് ഗാഠനിദ്രയിലാണ്ട് അവൻ ഇരുന്നിടത്ത് നിന്ന് താഴേക്ക് വീണു. അവർ ചെന്ന് നോക്കിയപ്പോൾ അവൻ മരിച്ചു കിടക്കുകയാണ്. എല്ലാവർക്കും നിരാശയും അസ്വസ്ഥതയുമായി. പൗലോസ്ലീഹ ചെയ്തൊരു കാര്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. മരിച്ചു കിടന്നവനെ മാറോട് ചേർത്ത് പിടിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന് വീണ്ടും ജീവനിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹായും പൗലോസ്ലീഹായും ഒക്കെ അല്പസ്വല്പ രോഗശാന്തികൾ നടത്തിപ്പോയവരല്ല. മരണപ്പെട്ടവരെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുവാനുള്ള ആ കൃപയും ശക്തിയുമുള്ള
വ്യക്തികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്ര വലിയ കാര്യങ്ങൾ അവരിലൂടെ സംഭവിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പിന്നിൽ അവർ കൊടുത്ത വില, പ്രാർത്ഥനയിലും സ്വജീവിതത്തിലും അവർ കൊടുത്ത വില വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ വ്യക്തികൾ തങ്ങളുടെ ജീവിതം കൊണ്ട് ഈ യാഥാർത്ഥ്യത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കാനും വില കൊടുത്ത് ജീവിക്കാനും തയ്യാറാകുമ്പോൾ ദൈവം വിലപിടിപ്പുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും വർഷിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറയുന്നത്, നേരത്തെ സോഫായിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ നടക്കാതിരുന്ന കാര്യം മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നടന്നു കിട്ടിയെന്ന്. നേരത്തെ പ്രാർത്ഥിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ, വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ അത്ഭുതകരമായി ദൈവം കാര്യങ്ങൾ നടത്തി കൊടുത്തുവെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമ്മളും വിലപിടിപ്പുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നവരായി മാറും. ഈ വലിയ ഒരഭിഷേകം നമുക്ക് ലഭിക്കുവാൻ നമ്മുടെ ഈ നിയോഗം ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന യേശുവേ, എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന യേശുവേ. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ കൂടെ നമ്മൾ ഇരിക്കുന്ന സമയമാണ്. ജീവിക്കുന്ന ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആരാധനയുടെ സമയം, ദൈവം അതിശക്തമായി പ്രവർത്തിക്കുന്ന സമയമാണ്. നമ്മുടെ ഹൃദയം തുറക്കാം, മനസ്സ് തുറക്കാം, ജീവിതം സമർപ്പിക്കാം, ദൈവത്തോട് നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് വചനത്തിലൂടെ മനസ്സിലാക്കിയുണ്ടായി, വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിലപിടിപ്പുള്ളവ നമുക്ക് ലഭിക്കുമെന്ന്. നമ്മൾ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ട ഒരു വ്യക്തിയാണ് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത്. 2 കൊരിന്തോസ് 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം, അവർണ്ണനീയമായ ദാനത്തിന് നന്ദി. പ്രിയപ്പെട്ടവരെ, അവർണ്ണനീയമായ ദാനമാണ് ഈ ദിവ്യ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ഈശോയിലേക്ക് നമ്മുടെ എല്ലാ ചിന്തകളും നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവനോട് നിലവിളിച്ചാൽ ആ നിലവിളിക്ക് അവിടുന്ന് ഉത്തരം നൽകും. കർത്താവിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞാൽ ആ കണ്ണുനീരിന് കർത്താവ് വിലയിടും. നമ്മുടെ പ്രശ്നം എന്തു തന്നെ ആയിരുന്നാലും അതെല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങളുടെ ചിന്തകൾ ഞങ്ങൾ ഉയർത്തുന്നു, ഞങ്ങളുടെ ആശകളും പ്രതീക്ഷകളും ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ രോഗാവസ്ഥകള്, ഞങ്ങളുടെ വേദനകള് എല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ആശ്വാസദായകനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ട ആശ്വാസം നൽകണമേ. സൗഖ്യദായകനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ട സൗഖ്യം നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിലപിടിപ്പുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക.
നമുക്ക് ഈ ആരാധനയിൽ കിട്ടേണ്ട ഏറ്റവും വലിയ അഭിഷേകം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനുള്ള അഭിഷേകം. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 30-ാമത്തെ വചനം സുപ്രധാന കൽപ്പന എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും മുഴു മനസ്സോടും മുഴു ശക്തിയോടും കൂടെ സ്നേഹിക്കാൻ കഴിയണം. അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബാഹ്യമായ കുറച്ച് കാര്യങ്ങളോ ആചാര അനുഷ്ഠാനങ്ങളോ അല്ല നമുക്ക് പ്രധാനപ്പെട്ടത്, ഒരു പുതിയ സൃഷ്ടിയായി മാറുക. യേശുവിനെ അറിഞ്ഞ, യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുന്ന പുതിയ സൃഷ്ടിയായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് കർത്താവിനോട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. വൈദികരായ ഞങ്ങൾ പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളും ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കട്ടെ. കാരുണ്യവനായ കർത്താവേ, വൈദികരായ ഞങ്ങൾക്ക് പൗരോഹിത്യത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ധ്യാനിച്ചവർ, ഈ ആരാധനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നവർ, കർത്താവേ, ഇവരുടെ മനസ്സിനെ അവിടുന്ന് തൊട്ടുണർത്തണമേ. ഇവരുടെ ശരീരത്തെ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കണമേ. കർത്താവേ, ഇവരുടെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് രക്ഷകനും നാഥനും കർത്താവുമായി കടന്നു ചെല്ലണമേ. ഈ മക്കളുടെ നിലവിളിക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ. അങ്ങയുടെ വചനം അയച്ച്, പരിശുദ്ധാത്മാവിനെ അയച്ച് ഇവർക്ക് ആവശ്യമായ സൗഖ്യവും അഭിഷേകവും നൽകി അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നിങ്ങളുടെ കുടുംബത്തിനും ആവശ്യമായ സൗഖ്യവും വിശുദ്ധീകരണവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ